വിനീത് ശ്രീനിവാസൻ ഡയറക്ട് ചെയ്ത ബെസ്റ്റ് ഫിലിമാണ് തിര. സാധാരണ വിനീത് ശ്രീനിവാസൻ സിനിമകൾ തിയേറ്ററിൽ വലിയ വിജയമാവുകയും പിന്നീട് OTT എത്തുമ്പോൾ ക്രിഞ്ചാണെന്ന് പറഞ്ഞ് ആൾക്കാരെല്ലാം കൂടെ ട്രോളുകയുമാണ് പതിവ്. പക്ഷേ ഈ പടത്തിന്റെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ്. തിയേറ്ററിൽ വലിയ വിജയമായില്ലെങ്കിലും പിന്നീട് സോഷ്യൽ മീഡിയയിൽ നല്ല കുറെ അഭിപ്രായങ്ങൾ ഈ സിനിമയ്ക്ക് കിട്ടി. വിനീത് ശ്രീനിവാസന്റെ മൂന്നാമത്തെ ചിത്രമാണ് തിര. ആദ്യത്തെ 2 ചിത്രങ്ങളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിനീത് എന്ന ഡയറക്ടറിൽ പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ആദ്യത്തെ 2 ചിത്രങ്ങളും റോംകോം ഫീൽ ഗുഡ് അങ്ങനെ ഒരു കാറ്റഗറി പടങ്ങളായിരുന്നു. പക്ഷേ തിരയാണെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ഡാർക്ക് ത്രില്ലറും ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് ഈ സിനിമയിലെ കഥ. അതെന്ന് മലയാളത്തിൽ ഒരു പുതിയ കണ്ടന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഫീമെയിൽ സെൻട്രിക് ആയിട്ടാണ് കഥ പറഞ്ഞതും. ശോഭനയായിരുന്നു ലീഡ് റോളിൽ വന്നത്. അതുപോലെ ഈ പടത്തിലെ വേറൊരു പ്രധാന കഥാപാത്രമാണ് ധ്യാൻ ശ്രീനിവാസൻ ചെയ്ത കഥാപാത്രം. അത് പുള്ളിയുടെ ഡെബ്യൂ ഫിലിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ഓഡിയൻസ് സപ്പോർട്ടോ ഫാൻസോ ആണ് പുള്ളിക്കില്ല. പിന്നെ ബാക്കിയുള്ള കഥാപാത്രങ്ങളൊന്നും തന്നെ നമുക്കറിയാവുന്നവരും ആയിരുന്നില്ല. അങ്ങനെ ആകെ പ്രേക്ഷകർക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് ശോഭനയും പിന്നെ ഡയറക്ടർ ആയിട്ടുള്ള വിനീത് ശ്രീനിവാസനും ആയിരുന്നു. പക്ഷേ ശോഭനയാണെങ്കിൽ കുറച്ചു നാളായി മലയാളത്തിൽ പടം ചെയ്യുന്നുണ്ടായിരുന്നില്ല. സോ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഈ സിനിമയിൽ വന്നത്. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസന്റെ ഒരു യൂഷ്വൽ പരിപാടിയും ആയിരുന്നില്ല തിര. സോ നമുക്ക് അധികം പരിചയമില്ലാത്ത കഥയും ലൊക്കേഷനും അതുപോലെ തന്നെ കഥാപാത്രങ്ങളും. സോ ഇതെല്ലാം കൊണ്ട് തന്നെ പടം ഒരു ഫ്രഷ് ഐറ്റം ആയിരുന്നു. അതുപോലെ തന്നെ ഒരു 3 പാർട്ട് ഫിലിം ആയിരുന്നു തിര. റിലീസിന് മുമ്പ് തന്നെ അവർ അത് അനൗൺസ് ചെയ്യുകയും ചെയ്തിരുന്നു. മലയാള സിനിമയിൽ റിലീസിന് മുന്നേ 3rd പാർട്ട് അനൗൺസ് ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നില്ല. അതുപോലെ തിരയുടെ എൻഡിൽ തിര 2 വേണ്ടിയുള്ള ലീഡ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോലെ എല്ലാ സിനിമയുടെയും അവസാനം പാർട്ട് 2 വേണ്ട ഒരു ടൈലന്റ് ഇട്ട് നിർത്തുന്ന രീതി ആയിരുന്നില്ല തിരയിലുണ്ടായിരുന്നത്. പടത്തിന്റെ തുടക്കത്തിൽ തന്നെ ശോഭനയുടെ ഭർത്താവ് മരിച്ചതായി പറയപ്പെടുന്നു. അതൊരു കൊലപാതകമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ അതിനെപ്പറ്റി കൂടുതലൊന്നും അപ്പോൾ പറയുന്നില്ല. പടത്തിന്റെ ഒടുവിൽ ആ കുട്ടികളെയെല്ലാം രക്ഷിച്ചതിനു ശേഷം ശോഭനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ശോഭനയുടെ ഭർത്താവിന്റെ മരണത്തെപ്പറ്റി സംസാരിക്കാനുണ്ട്, ഒരു കോഫി ഷോപ്പിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അമർ എന്നൊരു വ്യക്തിയുടെ മെസ്സേജ് ആയിരുന്നു അത്. സോ ശോഭന കോഫി ഷോപ്പിൽ ചെന്ന് അമർ എന്ന് വിളിക്കുന്നിടത്താണ് പടം തീരുന്നത്. അമർ ആരാണെന്നോ അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്നോ ചിത്രത്തിൽ കാണിക്കുന്നില്ല. സോ ഇവിടെ നിന്നാണ് തിര 2 തുടങ്ങുന്നത്. പക്ഷേ തിര അന്ന് വേണ്ടത്ര വിജയം ആകാത്തത് കൊണ്ട് തന്നെ തിര 2 അവർ ഉപേക്ഷിച്ചു. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ തിരക്കുള്ള സപ്പോർട്ടും കണ്ട് തിര 2 ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് തിരയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾ തിര 2 വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമെല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തും. ഇതുപോലത്തെ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ഇനി എന്ത് വീഡിയോ വേണം എന്നുള്ള കാര്യവും കമന്റ് ചെയ്യൂ.